സാധാരണക്കാർക്ക് തിരിച്ചടിയായി സവാള വില. 2 ദിവസമായി വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും 60 രൂപയിൽ താഴെ ഇതുവരെ എത്തിയിട്ടില്ല. വില ഇനിയും കുതിച്ചുയരാൻ സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. പച്ചക്കറി കച്ചവടക്കാർ പലരും സവാളയെ പാടെ ഉപേക്ഷിച്ച മട്ടാണ്. കിലോ 30 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സവാള ഇപ്പോൾ 60 കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ്. ഇരട്ടി വില സാധാരണക്കാർക്ക് ഇരുട്ടടിയായി മാറിയെന്നർത്ഥം. കഴിഞ്ഞ ദിവസം വില 80 കടക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. വില കുത്തനെ കുതിച്ചുയരാൻ തുടങ്ങിയതോടെ കച്ചവടക്കാരും സവാളയെ പാടെ ഉപേക്ഷിച്ച മട്ടാണ്. ഉള്ളി കച്ചവടം നിർത്തിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഉള്ളിക്ക് വില വർധനവ് വെച്ചാൽ 30 റുപ്യ വിറ്റ ഉള്ളിക്കാണ് ഇപ്പോൾ 70 റുപ്യ ആയത്. അത് വെച്ചാൽ പറയണെന്താ വെച്ചാൽ എക്സ്പോർട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മാറി വരുന്നത്. മണ്ഡലമാസം തുടങ്ങുമ്പോൾ സവാള ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് വില ഇങ്ങനെ കുതിച്ചുയർന്നാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. വില കൂടിക്കൊണ്ടിരിക്കുക. ഉള്ളിക്ക് 90 വരെ എത്തുന്ന ഭയങ്കര ബുദ്ധിമുട്ടപ്പോൾ ഇനി സ്വാമിമാരൊക്കെ എന്ത് ചെയ്യും? സ്വാമിമാരിങ്ങനെ പോവാണ് എന്ത് ചെയ്യും? കുറേ ഭിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ടാവുമല്ലോ ഈ മണ്ഡലമാസം. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് സവാള എത്തുന്നത്. കഴിഞ്ഞ മാസം ആദ്യം കാലം തെറ്റിയുണ്ടായ മഴയിൽ വിളനാശമുണ്ടായിട്ടുണ്ട്. ഇതാണ് പൊതുവെ ഉള്ളിവില കുത്തനെ ഉയരാൻ കാരണമായി പറയുന്നത്. ഇതോടെ വിപണിയിലെത്തുന്ന സവാളയുടെ അളവ് വളരെ കുറഞ്ഞു. കർഷകരുടെ പക്കൽ ഉള്ളിയുടെ ശേഖരമില്ലാത്തതിനാൽ ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത. അമൃത ന്യൂസ്, കോഴിക്കോട്.